വലിയ നിയന്ത്രണങ്ങൾക്കിടയിലും മരുപ്പച്ച പോലെ ഇതാ കണ്ടില്ലേ കുറച്ചു പേർ പാട്ടുപാടി തെരുവുകളിൽ ന്യൂ ഇയർ ആഘോഷിക്കുന്നൊരു കാഴ്ച ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം അത്ര സാധാരണമല്ല ഇന്നത്തെ ഒരു ദിവസം പറയുന്നത്. കാരണം തിരക്ക് നിയന്ത്രിക്കാൻ ഉദ്ദേശിച്ച് പോലീസ് ഈ കൊണോട്ട് പ്ലേസിലെ, അതായത് ഡൽഹിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കച്ചവട കേന്ദ്രമായിട്ടുള്ള കൊണോട്ട് പ്ലേസിലെ റോഡുകളെല്ലാം തന്നെ ബാരിക്കേഡ് വെച്ച് അടച്ചിരിക്കുകയാണ്. ആളുകൾക്ക് ഒരു നിശ്ചിത സമയത്തിന് ശേഷം പ്രവേശനമില്ല. ആളുകളെ കൂടുതൽ നേരം ഇവിടെ നിൽക്കാനും സമ്മതിക്കുന്നില്ല. അതിനിടയിൽ ഈ നിയന്ത്രണങ്ങളെല്ലാം തന്നെ മറികടന്നുകൊണ്ട് ഒരല്പമെങ്കിലും കുറച്ചു പേർ ആസ്വദിക്കുന്നത് കാണാനായിട്ട് സാധിച്ചു. രാജ്യതലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആഘോഷങ്ങളെല്ലാം തന്നെ പബ്ബുകളും ക്ലബ്ബുകളും കേന്ദ്രീകരിച്ചാണ്, നൈറ്റ് പാർട്ടികൾ കേന്ദ്രീകരിച്ചാണ് ആ ആഘോഷങ്ങളെല്ലാം തന്നെ ഈ പബ്ബുകൾക്കകത്ത് ഇപ്പോൾ നടക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിലെ പോലെ തെരുവുകളിലും വഴിയോരങ്ങളിലും വീതികളിലും എല്ലാം തന്നെ ആട്ടവും പാട്ടും ഡാൻസും കൂത്തും ആയി ആളുകൾ തെരുവിലേക്ക് ഇറങ്ങുന്നില്ല. വ്യാപാര കേന്ദ്രങ്ങളിൽ എത്തുന്നത് ഷോപ്പിങ്ങിനായിട്ടും ഇതുപോലെ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ടാണ് പലരും വരുന്നത്. എന്നാൽ അതിനപ്പുറത്തേക്ക് ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി ആരും വഴിയോരങ്ങളിൽ തുടരുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം പുറത്തേക്ക് നോക്കുന്ന സമയത്ത്, പുറത്തെ നാട്ടുകളിലേക്ക് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നൊരു കാര്യമെന്ന് പറയുന്നത് അത് തന്നെയാണ്. ഇന്ന് വൈകിട്ടോടെ തന്നെ ഏകദേശം 10,000-ഓളം പോലീസുകാർ കൊണോട്ട് പ്ലേസിൽ മാത്രം വിന്യസിക്കപ്പെട്ടു. അവർ ആളുകളെ നിയന്ത്രിക്കുകയാണ്. ആദ്യം വന്ന ഉടനെ തന്നെ വഴിയോര കച്ചവടക്കാരെ എല്ലാവരെയും ഒഴിപ്പിച്ചു വിട്ടു. കാരണം ഏകദേശം 12 മണിയോട് അടുക്കുമ്പോൾ, അല്ലെങ്കിൽ 12 മണിക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തയത്ര ആളുകൾ ഈ പബ്ബുകളിൽ നിന്നെല്ലാം തന്നെ ഇറങ്ങി പുറത്തേക്ക് വന്ന് മറ്റാളുകളെ അഭിവാദ്യം ചെയ്യും, ഹാപ്പി ന്യൂ ഇയർ വിഷസ് പറയും. അത് വലിയ രീതിയിലുള്ള സംഘർഷങ്ങളിലേക്ക് വരെ ഇതിനു മുൻപും കഴിഞ്ഞ വർഷങ്ങളിൽ ഉൾപ്പെടെ പോയത് കൊണ്ടാണ് ഇതിനു മുൻപൊന്നും ഇല്ലാത്തത്ര ഒരു നിയന്ത്രണം നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്ന കാഴ്ച എന്ന് പറയുന്നത് വഴിയോരത്ത് വളരെ തുച്ഛമായിട്ടുള്ള കുറച്ച് മാത്രം കച്ചവടക്കാർ ഈ ഞാൻ തലയിൽ വെച്ചിരിക്കുന്ന പോലെയുള്ള ന്യൂ ഇയർ ആഘോഷങ്ങൾക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ, അതിൽ ലൈറ്റ് കത്തുന്ന ബലൂണുണ്ട്, കൊമ്പുകളുണ്ട്, ഇതെല്ലാം വിൽക്കുന്ന വളരെ പാവപ്പെട്ട ആളുകൾ. അതല്ലാതെ വ്യാപാര കേന്ദ്രങ്ങളിലേക്ക് ഷോപ്പിംഗ് ആവശ്യങ്ങൾക്കായി വന്നിട്ടുള്ള ആളുകൾ. അതിനപ്പുറത്തേക്ക് ഒരുപാട് തിരക്കുകൾ പബ്ബിലും അതുപോലെ തന്നെ ക്ലബ്ബുകളിലുമുണ്ട്. പക്ഷെ അവരൊന്നും തന്നെ പുറത്തേക്ക് ഇറങ്ങാനായിട്ടില്ല, അല്ലെങ്കിൽ ഇറങ്ങി തുടങ്ങിയിട്ടില്ല. ഇത് തന്നെയാണ് ഡൽഹിയെ പോലെ ഉള്ളൊരു മെട്രോ നഗരത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. 4 പാടും പോലീസാണ് ഒരു വലിയ രീതിയിലുള്ള സുരക്ഷ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അത് നേരത്തെ മുംബൈ ഉൾപ്പെടെയുള്ള പല മെട്രോ നഗരങ്ങളിലും ഈ ന്യൂ ഇയർ അനുബന്ധിച്ച് വന്നിരിക്കുന്ന ഭീഷണികൾ കൂടി പറഞ്ഞതുപോലെ ഇന്ദ്രപ്രസ്ഥത്ത് നമ്മുടെ ഡൽഹിയിൽ കാര്യങ്ങൾ അത്ര കളറല്ല. കാരണം ഈ പറഞ്ഞതുപോലെ പബ്ബുകളൊക്കെ കേന്ദ്രീകരിച്ചാണ് രാജ്യ തലസ്ഥാനത്ത് ഡൽഹിയിൽ ആഘോഷങ്ങളെല്ലാം നടക്കുന്നത്. മാത്രമല്ല പോയ വർഷങ്ങളിൽ അനിഷ്ട സംഭവങ്ങളൊക്കെ നടന്നതുകൊണ്ട് തന്നെ കടുത്ത നിയന്ത്രണമാണ് ഡൽഹിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട്